ബഹുമാനപ്പെട്ട പ്രതിനിധികളെ, പ്രിയ സഹപ്രവർത്തകരെ, അമേരിക്കയും ഇസ്രായേലും എന്ന ഗുണ്ടായിസം കാണിക്കുന്ന രണ്ട് ആണവായുധ രാജ്യങ്ങൾ അടിച്ചേൽപ്പിച്ച നിയമവിരുദ്ധമായ യുദ്ധത്തിൻ്റെ നടുവിലാണ് ഇന്ന് ഇറാൻ നിൽക്കുന്നത്. ഈ അധിനിവേശ യുദ്ധം തികച്ചും അന്യായവും ക്രൂരവുമാണ്. ഇറാന്റെ ആണവ പദ്ധതിയെക്കുറിച്ചുള്ള അമേരിക്കയുടെ ആരോപണങ്ങളിൽ പരിഹാരം കാണുന്നതിനായി ഇറാനും അമേരിക്കയും നയതന്ത്ര ചർച്ചകളിൽ ഏർപ്പെട്ടിരിക്കെ ഫെബ്രുവരി 28-നാണ് അവർ ഈ അക്രമം ആരംഭിച്ചത്. 9 മാസത്തിനിടയിൽ രണ്ടാം തവണയും ചർച്ചാമേശയെ തകർത്തുകൊണ്ട് അവർ നയതന്ത്രത്തെ വഞ്ചിച്ചു. ഈ അധിനിവേശത്തിൻ്റെ ഏറ്റവും ഭീകരമായ വെളിപ്പെടുത്തലുകളിലൊന്ന് തെക്കൻ ഇറാനിലെ മിനാബ് നഗരത്തിലെ ഷജറത്ത് എലിമെൻ്ററി സ്കൂളിന് നേരെ നടന്ന ആസൂത്രിതവും ഘട്ടം ഘട്ടവുമായ ആക്രമണമായിരുന്നു. അവിടെ 175-ലധികം വിദ്യാർത്ഥികളും അധ്യാപകരും ദാരുണമായി കൊല ചെയ്യപ്പെട്ടു. ഈ കിരാതമായ ആക്രമണം ഒരു വലിയ മഞ്ഞുമലയുടെ കാണപ്പെടുന്ന അറ്റം മാത്രമാണ്. മനുഷ്യാവകാശങ്ങളുടെയും മാനുഷിക നിയമങ്ങളുടെയും ഏറ്റവും വെറുപ്പുളവാക്കുന്ന ലംഘനങ്ങളെ സാധാരണവൽക്കരിക്കുകയും ശിക്ഷാ നടപടികളെ ഭയക്കാതെ അതിക്രമങ്ങൾ ചെയ്യാൻ കാണിക്കുന്ന ധിക്കാരവും ആ മഞ്ഞുമലയ്ക്ക് താഴെ മറഞ്ഞിരിക്കുന്ന വലിയ ദുരന്തങ്ങളാണ് എന്ന് മനസ്സിലാക്കണം. പ്രിയപ്പെട്ടവരെ, അമേരിക്കൻ ഇസ്രായേലി ആക്രമികൾ അവരുടെ സ്വന്തം അവകാശവാദമനുസരിച്ച് ഏറ്റവും നൂതനമായ സാങ്കേതിക വിദ്യകളും ഉയർന്ന കൃത്യതയുള്ള സൈനിക ഡാറ്റ സംവിധാനങ്ങളും കൈവശം വെച്ചിരിക്കുന്ന സാഹചര്യത്തിൽ സ്കൂളിന് നേരെയുള്ള ആക്രമണം മനഃപൂർവ്വവും ആസൂത്രിതവുമാണെന്നല്ലാതെ മറ്റൊന്നും ആർക്കും വിശ്വസിക്കാനാവില്ല. ഷജാൽ സ്കൂളിനെ ലക്ഷ്യം വെച്ചത് ഒരു യുദ്ധക്കുറ്റവും മനുഷ്യത്വത്തിനെതിരായ കുറ്റകൃത്യവുമാണ്. ഇതെല്ലാവരുടെയും അസന്നിഗ്ധമായ അപലപിക്കലും കുറ്റവാളികളെ ഉത്തരവാദികളാക്കണമെന്ന വ്യക്തമായ നിലപാടും ആവശ്യപ്പെടുന്ന ഒരു സാഹചര്യം കൂടിയാണ്. എല്ലാവരും ഇതിനെതിരെ ഒറ്റക്കെട്ടായി ഞങ്ങളോടൊപ്പം നിൽക്കാൻ ശ്രമിക്കണം. കാരണം ഇത് എല്ലാ നിയമങ്ങളെയും കാറ്റിൽ പറത്തിക്കൊണ്ടുള്ള സ്വാർത്ഥതയാണ്. ഈ ക്രൂരതയെ ന്യായീകരിക്കാനോ മറച്ചുവെക്കാനോ ആർക്കും കഴിയില്ല. ഇതിനെ നിശബ്ദത കൊണ്ടോ നിസ്സംഗത കൊണ്ടോ നേരിടാനും കഴിയില്ല. മിനാബിലെ ഷാജ് സ്കൂളിന് നേരെയുള്ള ആക്രമണം വെറുമൊരു സംഭവമായോ തെറ്റായ കണക്കുകൂട്ടലായോ ഞാൻ കണക്കാക്കുന്നില്ല. തങ്ങളുടെ കുറ്റകൃത്യത്തെ ന്യായീകരിക്കാൻ ലക്ഷ്യമിട്ടുള്ള അമേരിക്കയുടെ വൈരുദ്ധ്യാത്മകമായ പരാമർശങ്ങൾക്ക് ഒരു തരത്തിലും അവരുടെ ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ കഴിയില്ല. പൂർണ്ണമായും സിവിലിയന്മാരുള്ള ഏറ്റവും നിരപരാധികൾ താമസിക്കുകയും അറിവ് തേടുകയും ചെയ്യുന്ന ഒരിടത്തിന് നേരെ ഇത്ര നിഷ്ഠൂരമായ ആക്രമണം നടക്കുന്നതിനെ അപലപിക്കുക എന്നത് മനുഷ്യാവകാശ ചട്ടക്കൂടുകൾക്ക് കീഴിലുള്ള നിയമപരമായ ബാധ്യത മാത്രമല്ല, അതൊരു ധാർമ്മികവും മാനുഷികവുമായ അനിവാര്യത കൂടിയാണ്. ഏതൊരു ട്രിബ്യൂണലിനേക്കാളും ആഴത്തിൽ നമ്മുടെ മനസാക്ഷി നമ്മെ വിധിക്കും.